എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നതാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ലെ ബാറ്റിൽ ഓഫ് പ്ലാസി മുതൽ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നേറ്റീവ് കിങ്സ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. പരമാവധി വരുമാനമുണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിന്റെ ലക്ഷ്യം. The land revenue system implemented in various regions under the British rule was different. The table shows the British land revenue system in India. First one, permanent land revenue system implemented in Bengal, Bihar and Orissa regions. Second, Rayatwari system implemented in South Indian regions. Third one, Mahalwari system implemented in Northwest regions. Once more, first one, permanent land revenue system. Second one, Rayatwari system and third one, Mahalwari system. These were the different land revenue system implemented by the British. നമ്മൾ ഇപ്പോൾ പഠിച്ച പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. The features of permanent land revenue settlements implemented in Bihar, Bengal and Orissa regions. There, in the permanent land revenue settlement, the tax was collected by the സെമീന്ദാർസ്. ഈ സംവിധാനത്തിൽ സെമീന്ദാർമാരായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. സെമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദി എൻറ്റയർ ലാൻഡ് വേർ ഹി ഹാഡ് ദ ജൂറിസ്ഡിക്ഷൻ ടു കളക്ട് ടാക്സ്. ടാക്സ് പിരിക്കാൻ അവകാശമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാർ ആയിരുന്നു. While the സെമീന്ദാർസ് became the owners of the land, the actual farmers became tenants. സെമീന്ദാർമാർ ലാൻഡ് ഓണേഴ്സ് ആയതുകൊണ്ട് ഫാമേഴ്സ് കുടിയാന്മാരായി മാറി. Farmers were to pay up to 60% of the yield as tax. വിളവിന്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. Tax was to be paid even at the time of poor yield. വിളവ് മോശമായാലും നികുതി നിർബന്ധമായി നൽകണമായിരുന്നു. The tax was to be paid in cash strictly before the cut-off day. ഒരു നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. These are the features of permanent land revenue settlement. Lord Cornwallis, British Governor General, introduced this system. Next land revenue system is Rayatwari system. It was introduced in South India. In this system, land revenue was collected directly from the farmers. Though membership of land was vested with the farmers, excessive tax impoverished them. Furthermore, the tax rate were frequently increased. റയത്വാരി സിസ്റ്റത്തിൽ നികുതി കർഷകരിൽ നിന്ന് നേരിട്ടായിരുന്നു പിരിച്ചിരുന്നത്. Third land revenue system is Mahalwari system. In the Mahalwari system, the village headman was assigned the responsibility to collect tax. The tax rate was excessive. The entire village or Mahal was considered as a single unit for tax collection. Mahalwari സിസ്റ്റത്തിൽ ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. The next topic is exploitation of money lenders.
The land revenue policies implemented by the British affected the agricultural sector. When they were unable to pay tax in the form of money before the deadline, they had to take loan from the money lenders at a high rate of interest. The agricultural land of the farmers who could not pay back the loan and interest was seized by the money lenders. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ട്രഡീഷണലി the peasants in India were engaged in agriculture mainly to produce things only to meet the needs of their family and the village. During the British rule, they were compelled to cultivate crops according to the market needs. This transformation is termed as commercialization of agriculture. The transformation from food crops to cash crops. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. The table shows the major crops that were widely cultivated in that period. The major crops were indigo, cotton, sugarcane, tea, jute and wheat, etc. Next topic is the plight of the indigo farmers. The farmers were compelled to cultivate indigo at the most fertile part of the agricultural land. Due to the interference of the British agents in the harvesting season, the farmers received only a lower price for indigo. Later, when artificial colors were invented, this made the plight of the farmers more miserable. കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. പിൽക്കാലത്ത് ആർട്ടിഫിഷ്യൽ കളർ കണ്ടെത്തിയതോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. ഇൻഡിഗോ റിവോൾട്ട്. In 1859, the farmers of Bengal organized themselves and declared that they were giving up indigo cultivation. They attacked indigo factories with bows, arrows, swords and spears. Several women also participated in the revolt. The rioters excommunicated the British supporters and those who worked for the British. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാപ്പിള റിബല്യൻ. It was the exploitation and suppression of the landlords and the British that led to the revolt in Malabar. The revolt was against the atrocities of the landlords, including eviction of tenants. Such atrocities were carried out with the support of the British. Most of these tenants were Mappilas. So, these struggles that happened in the 19th century are known as the Mappila rebellions. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. തെക്കേ മലബാറിലെ
കർഷകരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ടോപ്പിക്, സാന്താൾ റിബല്യൻ. The Santhal is a tribe inhabiting the valleys of Rajmahal Hills. They lived closely with the nature and earned a living by farming and collecting forest produce. The rhythm of their life was disturbed with the establishment of the British rule. When their life became unbearable, they decided to take up arms against the British under the leadership of Sidho and Kanu. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവർ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമായി. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. Tribal life became miserable. The forest tax imposed by the British made their life miserable. They were prohibited to enter forest when the British declared forest as protected. The British levied tax at higher rates on the forest produce collected by the tribes. These situations led to the tribes to fight against the British. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്രജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കുറിച്യ റിവോൾട്ട്. It was organized by the Kurichya and Kurumba tribes of Wayanad in 1812. The revolt was led by the Kurichya leader Ramanambi. Several people other than the tribes also joined the struggle. The British government suppressed the struggle and killed Ramanambi. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരും കുറുമ്പ്രരുമാണ് കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപം കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിക്കുകയും ചെയ്തു. Let's examine the reasons of the Kurichya revolt. First one, imposition of excessive tax by the British. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. Second one, compulsion for paying tax in cash. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. Third one, seizing of agricultural land for non-payment of tax. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. These are the reasons of the Kurichya revolt. Besides the Santhal and the Kurichya revolts, several other tribal insurgencies broke out in different parts of India. The important among them are Paharia Rebellion, Kol Rebellion, Ghazi Rebellion, Bhil Rebellion and Munda Rebellion. എല്ലാ ടോപ്പിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.